നമുക്കിവിടെ അറിയേണ്ടത് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. അതായത് എക്സിൻ്റെ വാല്യൂസ് എല്ലാം വേണം, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും വേണം. 1 to 10 നമ്പർ എഴുതിയിട്ടിരിക്കുന്ന ഒരു ഏണിൽ നിന്നും റാൻഡംലി ചൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് എക്സ്. സോ എക്സ് ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം 1 to 10. ഇനി അടുത്ത കോളത്തിൽ എക്സിൻ്റെ പ്രോബബിലിറ്റി വേണം, അതായത് എക്സ് 1 ആകാനുള്ള പ്രോബബിലിറ്റി. ഇതെല്ലാം ഐഡന്റിക്കൽ ആയിട്ടുള്ള ലോഡ്സിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഏത് വാല്യൂ കിട്ടാനും ഏത് നമ്പർ കിട്ടാനും ഈക്വൽ പ്രോബബിലിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10. അപ്പോൾ എക്സിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, എക്സിന്റെ വാല്യൂസ് ആൻഡ് എക്സിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്. ഇനി നമുക്ക് ഇതിന്റെ മീൻ വേണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എക്സ് പി ഓഫ് എക്സ് which is equal to 1 into 1/10 plus 2 into 1/10 plus etc. plus 10 into 1/10 which is equal to 1/10 can be taken out, 1 plus 2 plus etc. plus 10 which is equal to 10 into 11/2 into 10 which is equal to 11/2. Standard deviation വേണമെങ്കിൽ ആദ്യം വേരിയൻസ് വേണം. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് square p of x which is equal to 1 square into 1/10 plus 2 square into 1/10 plus etc. plus 10 square into 1/10 which is equal to 1/10 into 1 square plus 2 square plus etc. plus 10 square which is equal to 1/10 into ഇത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം. സോ ഇക്വേഷൻ ഇതാണ്, n into n plus 1 into 2n plus 1 by 6. That is 10 into 11 into 21 by 6 which is equal to 11 into 21 by 6. Now variance of x is equal to expectation of x square minus expectation of x that whole square which is equal to 11 into 21 by 6 minus expectation of x that whole square 11 square by 4. 11 by 2 പുറത്തെടുക്കാം, 21 by 3 minus 11 by 2 which is equal to 11 by 2 into 42 minus 33 by 6 which is equal to 99 by 12. And standard deviation of x is equal to square root of variance of x which is equal to root 99 by 12. ഇവിടെ നമുക്ക് എക്സിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും അതിന്റെ ഫസ്റ്റ് 4 സെൻട്രൽ മൊമെന്റ്സും വേണം. എക്സിന്റെ വാല്യൂസ് 0 or 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാല്യൂസ് ഓഫ് എക്സ് നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം, 0 or 1. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് വേണം. എക്സ് 0 ആകാനുള്ള പ്രോബബിലിറ്റി, എക്സ് 0 ആകുന്നത് കോയിൻ ഹെഡ് കാണിക്കുമ്പോഴാണ്. കോയിൻ അൺബയാസ്ഡ് ആയതുകൊണ്ട് തന്നെ ഹെഡിന്റെ പ്രോബബിലിറ്റി 1/2. പിന്നെ എക്സ് 1 ആകുന്നത് കോയിൻ ടെയിൽ കാണിക്കുമ്പോഴാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഓൾസോ. സോ എക്സിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടും. ഇതിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ mxt വിൽ ബി എക്സ്പെക്ടേഷൻ ഓഫ് e raised to tx which is equal to summation over x e raised to tx into px. അതായത് എക്സിന്റെ ഫസ്റ്റ് വാല്യൂ കൊടുത്ത് ഈ ഫംഗ്ഷന്റെ വാല്യൂ പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ. ദാറ്റ് ഇസ് എക്സിന് 0 കൊടുക്കുമ്പോൾ e raised to t into 0 into p of 0 plus e raised to t into 1 into p of 1 which is equal to p of 0 plus e raised to t 1/2. That is p of 0 is 1/2 plus 1/2 common എടുത്താൽ 1 plus e raised to t which is equal to 1/2 into ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ 1 plus t by 1 factorial plus t square by 2 factorial plus t cube by 3 factorial ഇങ്ങനെ പോകും, പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് 4 സെൻട്രൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഫസ്റ്റ് 4 റോ മൊമെന്റ്സ് ആദ്യം വേണം. ദാറ്റ് ഈസ് μ1 dash is equal to coefficient of
t by 1 factorial in the expansion of mxt. That's the definition. That is equal to 1 by 2. Mu 2 dash is equal to coefficient of t square by 2 factorial in the expansion of mxt. That is again equal to 1 by 2. Mu 3 dash is also 1 by 2 and mu 4 dash is also 1 by 2 here. ഇനി നമുക്ക് സെൻട്രൽ മൊമെന്റ്സ് വേണം. mu 1 is 0. കാൽക്കുലേറ്റ് ചെയ്യേണ്ട. mu 1 0 ആണ്. mu 2 is equal to mu 2 dash minus mu 1 dash square, which is equal to mu 2 dash 1 by 2 minus 1 by 4 is equal to 1 by 4. Now mu 3 is equal to mu 3 dash minus 3 mu 2 dash mu 1 dash plus 2 mu 1 dash cube, which is equal to 1 by 2 minus 3 into 1 by 2 1 by 2 plus 2 into 1 by 8. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് mu 3 0 എന്ന് കിട്ടും. Now mu 4 is equal to mu 4 dash minus 4 mu 3 dash mu 1 dash plus 6 mu 2 dash mu 1 dash square minus 3 mu 1 dash raised to 4. That is 1 by 2 minus 4 into 1 by 2 into 1 by 2 plus 6 into 1 by 2 into 1 by 4 minus 3 into 1 by 16. Calculate ചെയ്യുമ്പോൾ നമുക്ക് mu 4 1 by 16 എന്ന് കിട്ടും. X യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. യൂണിഫോം 0k. അതുകൊണ്ട് f of x നമുക്ക് 1 by k 0 less than or equal to x less than or equal to k ഇങ്ങനെ എഴുതാം. So first moment generating function വേണം. Then first 4 central moments വേണം. Moments about mean എന്ന് പറഞ്ഞാൽ central moments ആണ്. So mxt is equal to expectation of e raised to tx, which is equal to integral 0 to k e raised to tx into 1 by k dx, which is equal to 1 by k into e raised to tx ne integrate ചെയ്താൽ e raised to tx by t. 1 by k into t e raised to kt minus 1, which is equal to 1 by kt into e raised to kt expand ചെയ്താൽ 1 plus kt by 1 factorial plus k square t square by 2 factorial plus k cube t cube by 3 factorial plus etc. minus 1, which is equal to 1 by kt into 1 by kt നമുക്ക് multiply ചെയ്താൽ 1 by kt ഈ 1 minus 1 cancel ചെയ്തു പോകും. That is 1 by kt multiply ചെയ്താൽ 1 plus kt by 2 factorial plus k square t square by 3 factorial plus k cube t cube by 4 factorial plus etc. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് എടുക്കാം. സെൻട്രൽ മൊമെന്റ്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് റോ മൊമെന്റ്സ് വേണം. That is mu 1 dash is equal to coefficient of t by 1 factorial. ഇവിടെ t എന്ന് പറഞ്ഞ ടേം വരുന്നത് ഈ ഒരു ടേമിൽ മാത്രമാണ്. അല്ലെങ്കിൽ tയുടെ പവർ 1 ആകുന്നത് സെക്കൻഡ് ടേമിൽ മാത്രമാണ്. So t by 1 factorialന്റെ കോഎഫിഷ്യന്റ് ആ ടേമിൽ മാത്രമേ കാണൂ, which is equal to k by 2. Now mu 2 dash is the coefficient of t square by 2 factorial. t squareന്റെ ടേം വരുന്നത് ഈ ടേമിലാണ്. t square by 2 factorialന്റെ കോഎഫിഷ്യന്റ് അവിടെ k square by 3 വരും. Mu 3 dash is the coefficient of t cube by 3 factorial, which is equal to k cube by 4. Similarly, mu 4 dash is equal to k raised to 4 by 5. Now central moments. Mu 1 is 0 for all distribution. We calculate ചെയ്യേണ്ട. Mu 2 is equal to mu 2 dash minus mu 1 dash square, which is equal to k square by 3 minus k square by 4, which is equal to mu 2 dash the value. Mu 2 in the value we calculate ചെയ്യുമ്പോൾ k square by 12. Mu 3 is equal to mu 3 dash minus 3 mu 2 dash mu 1 dash plus 2 mu 1 dash square. Mu 2 mu 1 dash cube, which is equal to mu 3 dash is
k cube by 4 minus 3 mu 2 dash is k square by 3 plus 2 into mu 1 dash is k cube by 8. Calculate ചെയ്യുമ്പോൾ mu 3 will be 0 here. And mu 4 is equal to mu 4 dash minus 4 mu 3 dash mu 1 dash plus 6 mu 2 dash mu 1 dash square minus 3 mu 1 dash raised to 4. Value substitute ചെയ്ത് calculate ചെയ്യുമ്പോൾ നമുക്ക് k raised to 4 by 80 എന്ന് കിട്ടും. X the uniform distribution follow ചെയ്യുന്ന random variable ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. That is x follows uniform distribution over 0 and 1. അപ്പോൾ നമുക്ക് f of x എഴുതാം. f of x is equal to 1, 0 less than or equal to x less than or equal to 1. And we have to find the distribution of y is equal to 1 by x plus 1. ആദ്യം നമുക്ക് transformation in x ന്റെ value calculate ചെയ്ത് നോക്കാം. x plus 1 is equal to 1 by y and x is equal to 1 by y minus 1. So, Jacobian of transformation ഇവിടെ വേണം. So, dx by dy is equal to minus 1 by y square. Mod dx by dy is equal to 1 by y square. ഇനി ഇതിന്റെ റേഞ്ചും മാറും. x yയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ x ന്റെ റേഞ്ചിനനുസരിച്ച് corresponding changes yയുടെ വാല്യൂസിൽ വരും. x equal to 0 ആവുമ്പോൾ x ന്റെ റേഞ്ച് 0 to 1 ആണ്. So x 0 ആവുമ്പോൾ y will be 1 by 0 plus 1 is equal to 1. And x equal to 1 ആകുമ്പോൾ y is equal to 1 by 1 plus 1 is equal to 1 by 2. അപ്പോൾ yയുടെ പുതിയ റേഞ്ച് 1 by 2 to 1 ആയിരിക്കും.
ഇനി വൈയുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഞാൻ ജി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഫോർമുല അനുസരിച്ച് എഫ് ഓഫ് എക്സ് ഇൻറ്റു മോഡ് ഡി എക്സ് ബൈ ഡി വൈ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണ്, മോഡ് ഡി എക്സ് ബൈ ഡി വൈ which is equal to 1 by y square along with the support of y 1 by 2 less than or equal to y less than or equal to 1. So this is the probability density function of y. ഒരു റൂട്ടിൽ ബസ് വരുന്നത് ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴാണ്. ഒരു ആള് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്നു അറ്റ് റാൻഡം ടൈം. അയാൾക്ക് അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടിയ പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എക്സ് എടുത്തിരിക്കുന്നു, വെയിറ്റിംഗ് ടൈം, അയാൾ വെയിറ്റ് ചെയ്യേണ്ടിയ സമയം, വെയിറ്റിംഗ് ടൈം ഇൻ മിനിറ്റ്സ്. അപ്പോൾ 0ക്കും 30ക്കും ഇടയ്ക്കായിരിക്കും എക്സിന്റെ വാല്യൂ, ബിക്കോസ് ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും ബസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ 30 മിനിറ്റിൽ കൂടുതൽ നമുക്ക് ബസ് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. സോ എക്സിന്റെ റേഞ്ച് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 30. ഈ 0ക്കും 30നും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇയാൾ വരുന്നത് 0ക്കും 30നും ഇടയ്ക്ക് ഇയാൾ വെയിറ്റ് ചെയ്യേണ്ട സമയം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് എക്സ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയാം. കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു ബിറ്റ്വീൻ 0 ആൻഡ് 30. കാരണം എക്സിന്റെ വാല്യൂസ് 0ക്കും 30ക്കും ഇടയ്ക്കാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ എഫ് ഓഫ് എക്സ് വിൽ ബി 1 by 30 for 0 less than or equal to x less than or equal to 30. ഇനി നമുക്ക് അറിയേണ്ടത് എക്സ് അറ്റ്ലീസ്റ്റ് 20 എടുക്കാനുള്ള പ്രോബിലിറ്റി, എക്സിന്റെ വാല്യൂ അറ്റ്ലീസ്റ്റ് 20 ആകാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് ഇസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. ഈ പ്രോബിലിറ്റി നമുക്ക് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 20 to 30 f of x dx which is equal to integral 20 to 30 1 by 30 dx. Integrate ചെയ്യുമ്പോൾ 1 by 30 into 30 minus 20 which is equal to 10 by 30. Again it is 1 by 3. Probability is 1 by 3. ഒന്നാമത്തെ എം ജി എഫ് നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്, 1 by 5 minus 4 e raised to t. എം ജി എഫും ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, ഒരു 1-1 റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫോം ഓഫ് എം ജി എഫ് ആ ഒരു ഡിസ്ട്രിബ്യൂഷന് മാത്രമേ കാണുള്ളൂ. അപ്പം നമുക്ക് ഇതിനോട് സിമിലർ ആയിട്ടുള്ളൊരു എം ജി എഫ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫ് ജോമെട്രിക് വിത്ത് പി ആണെങ്കിൽ, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ പി ആണെങ്കിൽ എം ജി എഫ് ഇതാണ്, പി ബൈ 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി. ഈ പിയുടെയും ക്യൂവിന്റെയും പ്രത്യേകത അത് രണ്ടും പ്രോബബിലിറ്റീസ് ആണ്, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ യൂണിറ്റി ആയിരിക്കണം. പക്ഷെ ഇവിടെ ഏകദേശം അങ്ങനെയാണ് വന്നിരിക്കുന്നത്, പക്ഷേ പിയും ക്യൂവിന്റെയും സ്ഥാനത്ത് വേറെ രണ്ട് വാല്യൂസ് ആണ്. സോ നമുക്ക് പിയും ക്യൂവും നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചുള്ള രണ്ട് വാല്യൂസ് ആക്കി മാറ്റാൻ പറ്റുമോ നോക്കാം. മേളിലും താഴെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോ പി 1 by 5 ആയി, ക്യൂ 4 by 5 ആയി. അതായത് തന്നിരിക്കുന്ന എം ജി എഫ് ഒരു ജോമെട്രിക് റാൻഡം വേരിയബിളിന്റെ എം ജി എഫ് ആണ്. ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പി ഇസ് ഈക്വൽ ടു 1 by 5 ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ എം ജി എഫ് 1 by 2 by 1 minus 1 by 2 e power t എന്നാണ്. ഇതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്താതെ തന്നെ ജോമെട്രിക് റാൻഡം വേരിയബിളിന്റെ എം ജി എഫ് പോലെ തന്നെയാണ്. ദാറ്റ് ഈസ് ഇതൊരു എക്സിന്റെ എം ജി എഫ് ആണെങ്കിൽ എക്സ് വിൽ ഫോളോ എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പി ഇസ് ഈക്വൽ ടു 1 by 2. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് എ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 5 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ആദ്യം നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെന്റിൽ എയുടെ വാല്യൂ മിസ്സിംഗ് ആയിട്ട് തന്നാൽ നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്താണ്. ദാറ്റ് ഇസ് റേഞ്ച് ഓവർ ഇ എക്സ്, ഇന്റഗ്രൽ റേഞ്ച് ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് ഇവിടെ അത് അപ്ലൈ ചെയ്താൽ ഇന്റഗ്രൽ 0 to infinity a e raised to minus x by 5 dx is equal to 1.
a into e raised to minus x by 5 by minus 1 by 5, 0 to infinity is equal to 1. Minus 5a into 0 minus 1 is equal to 1. That is a is equal to 1 by 5. So f of x നമുക്ക് മാറ്റി എഴുതാം. f of x is equal to 1 by 5 e raised to minus x by 5 for x greater than 0. അതായത് എക്സ്പോണൻഷ്യൽ PDF ആയിട്ട് മാറും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെന്റിന്റെ RHS മാത്രം ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. പ്രോബബിലിറ്റി x greater than t which is equal to, ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് t മുതൽ ഇൻഫിനിറ്റി വരെ f of x ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. t to infinity 1 by 5 e raised to minus x by 5 dx which is equal to 1 by 5 e raised to minus x by 5 by minus 1 by 5. 1 by 5 1 by 5 പോവും. Minus of 0 minus e raised to minus t by 5 which is equal to e raised to minus t by 5. ഇനി ഇതിന്റെ LHS എഴുതി നോക്കാം. Probability x greater than s plus t given x greater than s. Conditional probability definition അനുസരിച്ച് probability x greater than s plus t given x greater than s നെ നമുക്ക് ഇങ്ങനെ എഴുതാം. Probability x greater than s plus t and x greater than s divided by probability x greater than s. ഇതിനെ വീണ്ടും x greater than or equal greater than s plus t and x greater than s ആയതുകൊണ്ട് അതിനെ നമുക്ക് x greater than s plus t എന്ന് എഴുതാം. Divided by probability x greater than s which is equal to, നമ്മുടെ RHS ഇവാലുവേറ്റ് ചെയ്ത് വന്നപ്പോൾ പ്രോബബിലിറ്റി x greater than t നമുക്ക് കിട്ടിയത് e raised to minus t by 5 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ e raised to minus s plus t by 5 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് e raised to minus s by 5 എന്ന് എഴുതാം. ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി കഴിയുമ്പോൾ e raised to minus t by 5. നമ്മളിവിടെ LHS ആയിരുന്നു എടുത്തിരുന്നത്. LHS e raised to minus e raised to minus t by 5 എന്ന് കിട്ടി. That is RHS is equal to LHS. Hence the proof. Uniform distribution over 0 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. X has a uniform distribution over 0 1. So f of x will be 1, 0 less than x less than 1. നമുക്കറിയേണ്ടത് y is equal to minus 2 log x ന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് log x is equal to minus y by 2 എന്ന് എഴുതാം. And x is equal to logarithm exponential ഫംഗ്ഷൻ എടുത്താൽ ഈ ലോഗരിതം പോയി കിട്ടും. അങ്ങനെയാണ് ഇവിടെ x ആവുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ x ആവുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus y by 2. ഇവിടെ നിന്ന് നമുക്ക് dy by dx, കാരണം ജക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വരും. സോ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാം. dy by dx is equal to minus 2 by x. dx by dy is equal to x by 2 or minus x by 2. Mod dx by dy is equal to x by 2. പക്ഷെ ജക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോർമേഷനിൽ എക്സിന്റെ ടേംസ് ഒന്നും കാണാൻ പാടില്ല. എക്സ് എല്ലാം തന്നെ വൈയിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത വാല്യൂസേ കാണാൻ പാടുള്ളൂ. സോ എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 5 by 2 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഇ റൈസ് ടു മൈനസ് 5 by 2 by 2. ഇനി നമുക്ക് റേഞ്ചിന്റെ വേരിയേഷൻ അറിയണം. എക്സ് 0 മുതൽ 1 വരെയാണ് പോകുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂസ് എന്താകും നോക്കാം. എക്സ് 0 ആവുമ്പോൾ when x equal to 0 y will be, ഈ ഇക്വേഷൻ നോക്കുക. എക്സ് 0 ആവുമ്പോൾ വൈയുടെ വാല്യൂ ഇൻഫിനിറ്റി വരും. കാരണം y ഇൻഫിനിറ്റി വന്നാൽ മാത്രമേ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എക്സ് 0 ആവും. ആൻഡ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സ് 1 ആകണമെങ്കിൽ ഇയുടെ പവറിൽ 0 വരണം. ഇയുടെ പവറിൽ 0 വരണമെങ്കിൽ y 0 ആകണം. അതായത് വൈയുടെ പുതിയ റേഞ്ച് 0 ടു ഇൻഫിനിറ്റി ആയിരിക്കും. വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷനെ ഞാൻ g of y എന്ന് ഡിനോട്ട് ചെയ്യുന്നു. PDF of y. g of y is equal to, ഫോർമുല അനുസരിച്ച് f of x into mod dx by dy which is equal to f of x was 1 into
Mod dx by dy is e raised to minus y by 2 by 2, which is equal to 1 by 2 e raised to minus y by 2. Within the range y greater than 0 or 0 less than y less than infinity. ഇതൊരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 1 by 2. അതായത് ഇത് റിസൾട്ട് ആണ്. എക്സ് ഫോളോസ് യൂണിഫോം 0 1 ആണെങ്കിൽ y is equal to minus 2 log x. എക്സ്പോണൻഷ്യൽ 1 by 2 ഫോളോ ചെയ്യും.